എല്ലാവർക്കും നമസ്കാരം. UK ഓക്കെ അങ്ങനെയുള്ള ചെറുതായിട്ട് പറഞ്ഞാൽ പോരെ? യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എല്ലാവരുടെയും മനസ്സിലൊന്ന് രജിസ്റ്റർ ആവട്ടെ. പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, പേരിൽ തന്നെ ആകാംക്ഷയുണ്ട്. ആകാംക്ഷ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. ഈ ടീമിന്റെ പുതിയ വർക്ക് ഏറ്റവും നന്നാവുന്നതാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പടമാണ് എല്ലാം കൊണ്ടും. കാരണം എൻ്റെ സംവിധായകൻ അരുൺ വൈഗ, പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാഗ്രൻ മൂവീസ് അല്ലേ, എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു തന്ന കെയറും സ്നേഹവും ഒന്നും ഞാൻ മറക്കില്ല. ഞാനവിടെ ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ ജോണി ആൻ്റണിയാണ്. പക്ഷേ ജോണി ആൻ്റണിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ജോണിയായിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് എന്നാ പറയാനാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതും സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ, നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. കാരണം ഈ സ്ക്രീനിലൊന്നും എൻ്റെ ഒരു തല പോലും കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പം കരുതും ഇയാളെന്താ ഇവിടെ കാര്യം എന്ന് കരുതി കാണും. ഞാൻ അതൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് അരുൺ പറഞ്ഞ പോലെ ഒരു ചെറിയ സസ്പെൻസാണ്, സർപ്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അതിവിടെ പൊട്ടിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ഗ്ലസിയൊക്കെ വീണ്ടും ഒരുപാട് നാളിന് ശേഷമാണ് കാണുന്നത്. നമ്മൾ മിക്കവാറും ചാറ്റിംഗ് ഉണ്ട് വാട്സപ്പിൽ. ദിലീപ് സല്ലാപത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കുളിർമ കോരി കിട്ടും. കാരണം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. ബ്ലസി പറഞ്ഞ പോലെ നമ്മൾ 92 കുടുംബസമേതം വന്ന ജയരാജൻ്റെ സിനിമയിലാണ് ഞങ്ങൾ ഇദ്ദേഹം പരിചയപ്പെടുന്നത്. അന്ന് ബ്ലസി അസോസിയേറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് സല്ലാപം, പിന്നെ സമ്മാനം. ബ്ലസിയുടെ ആദ്യ സിനിമയെ കാഴ്ചയിലും ഞാനൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. ദിലീപിൻ്റെ ആദ്യകാലത്തെ എല്ലാ സുപ്രധാന പടങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ. അസിസ്റ്റൻ്റായിട്ട് പിന്നെ ദിലീപും എൻ്റെ ഒരു സിനിമയിൽ അസിസ്റ്റൻ്റായിരുന്നു. കമലിക്കയുടെ ഗസൽ എന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റൻ്റായിരുന്നു. അന്നത്തെ കോമഡികളൊന്നും ഞാൻ പറയുന്നില്ല. ജോണി ആൻ്റണിയാണ് എന്നെ ഞെട്ടിച്ചത്. ഞാനിവിടെ വരുമ്പോൾ പറയാനിരിക്കുകയാണ്, ജോണിയുടെ ആദ്യത്തെ സിനിമ 1996 തുളസിദാസിൻ്റെ കുങ്കുമച്ചപ്പ് എന്നൊരു സിനിമ. അതിലാണ് ഞാൻ ആദ്യം ജോണിയെ പരിചയപ്പെടുന്നത്. ജോണി അന്ന് അസിസ്റ്റൻ്റായിരുന്നു, 4ാമത്തെ അസിസ്റ്റൻ്റായിരുന്നു. ശോഭനയായിരുന്നു അതിലെ നായിക. അപ്പം ഞാനവിടെ ജോണിയോട് ചോദിച്ചു, ജോണി നമ്മുടെ 96 മറ്റേ കുങ്കുമച്ചപ്പ് അതല്ലേ നമ്മൾ ആദ്യം ചെയ്തത്? ചേട്ടാ നമ്മൾ 91 ചാഞ്ചാട്ടം ചെയ്തില്ലേ എന്ന്. 91 ഉണ്ട് ഇതേ നിൽക്കുന്നു അല്ലേ. 91 ജയറാമായിരുന്നു അതിലെ നായകൻ അല്ലേ, ജയറാം ഉർവശി. അങ്ങനെ ഞാനൊരു സപ്പോർട്ടിംഗ് റോളാണ്. ഞാനദ്ദേഹം സീനിയറൊന്നും അല്ല, ഞാൻ എൻ്റെ ഒരു 5ാമത്തെ സിനിമ, അത് അത്ര ആയിട്ടുള്ളൂ. അല്ല അപ്പോൾ 91, 90 കാലഘട്ടത്തിലാണ് ഞാനും എത്തിയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിചിത മുഖങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ വീണ്ടും ഒരുപാട് നാളോടി കാണാൻ സാധിച്ചു. നേരെ ഇരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ. ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അജിത്തിനോട് വർക്ക് ചെയ്തിട്ടില്ല, ചെയ്യണം കേട്ടോ ഒരുപാട്. അപ്പം അങ്ങനെ ഒരു നല്ല മികച്ച നല്ല സന്തോഷമുള്ള ഒരു സഹകരണത്തിൽ പങ്കുചേരാൻ സാധിച്ചു. നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നു, അത് വിജയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ സിനിമയും ഇപ്പം തുടരും എന്ന സിനിമ ഭയങ്കര വിജയമാണെന്ന് കേൾക്കുന്നു. ഒരുപാട് സന്തോഷം. അങ്ങനെ എല്ലാ സിനിമയും വിജയിക്കട്ടെ. എല്ലാവർക്കും നല്ലത് നേരുന്നു. നന്മ വരട്ടെ. UK ഓക്കെ, ഡബിൾ ഓക്കെ ആവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ.